വലിയ ചർച്ച 1950 ചർച്ചയെക്കുറിച്ച് നടന്നു. അങ്ങനെ ഉടൻ തന്നെ ഒരു കമ്മിറ്റി വയ്ക്കണം എന്ന് പറഞ്ഞു. IG കേശവമേനോനെ വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയും DIG കേശവമേനോനെ വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയും അവിടെ ഉണ്ടാക്കി. ഈ കമ്മിറ്റിയിലാണ് പിന്നെ എന്ത് സംഭവിച്ചത്? കമ്മിറ്റി റിപ്പോർട്ടും വന്നു. അപ്പോൾ മദ്രാസ് സർവീസിലുണ്ടായിരുന്ന DIG ആണ് കേശവമേനോൻ. റിപ്പോർട്ട് വന്നു. അങ്ങനെ 1950 ജൂൺ 16 കേശവമേനോൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അക്രമികൾ സ്റ്റോർ മുറിയും അടുക്കളയൊക്കെ അടിച്ചു പൊളിച്ച് അകത്ത് കയറി പാത്രങ്ങളെല്ലാം പുറത്തേക്ക് ഇടഞ്ഞു. ശ്രീകോവിലിൽ ഒരു മണ്ണെണ്ണ റാന്തൽ വിളക്കുണ്ടായിരുന്നു. മേൽശാന്തി അത് മൊഴി നൽകിയിട്ടുണ്ട്. പിന്നെ ആദിവാസികളാണ് അത് കണ്ടതായി പറയുന്നത്, മലയാളിയന്മാരാണ് അത് കണ്ടതായി, പുകയൊക്കെ കണ്ടതായി പറയുന്നത്. മണ്ണെണ്ണ ഉപയോഗിച്ച വസ്തുക്കൾ കാണപ്പെടില്ലായിരുന്നു. അക്രമികൾ ശ്രീകോവിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കടന്നതും എല്ലാം 15 വെട്ടിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് തീ വെച്ച് നശിപ്പിക്കാൻ കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും എടുത്തുകൊണ്ടാണ് ഈ തീ വെച്ച് നശിപ്പിച്ചത്. അപ്പോൾ വലിയ അധ്വാനം നടത്തിയിട്ടാണ് ക്ഷേത്രത്തെ നശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിവരം കിട്ടുന്നുണ്ട്. അത് അവസാനം തകിടുമെല്ലാം പോയി. ഈ പ്രയത്നം പിന്നെ നെയ്യും തുണികളും ഉപയോഗിച്ചുള്ള പിന്നെ തെളിവുകളൊക്കെ ലഭിച്ചിരുന്നു. ധാരാളം നെയ്യ് ഉപയോഗിക്കുന്ന സ്ഥലമാണല്ലോ അമ്പലമാകുമ്പോൾ. അപ്പോൾ അതൊക്കെ കൂടി ഉണ്ടായിരുന്നു. ഇത് മലമ്പണ്ടാര നിവാസിയ നീലകണ്ഠൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നീലകണ്ഠനിൽ നിന്നാണ് വിവരങ്ങൾ കിട്ടിയത്. വലിയ മഴ അവിടെ 17-ന് ഉണ്ടായിരുന്നു. അപ്പോൾ 16-ന് സംഭവിക്കുന്നു, 17-ന് വലിയ മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കുക, തെളിവെടുക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രയാസമാണ്. പിന്നെ പുക ഉയരുന്നതും കണ്ടു. 11-നും ഇടവം 6-നും 11-നും ഇടയ്ക്ക് പുക ഉയരുന്നത് കണ്ടു എന്നാണ് ആദിവാസി പറയുന്നത്. അപ്പോൾ എന്തായാലും 1120 ഇടവം 6-നും 11-നും ഇടയ്ക്ക് ആയിരിക്കണമെന്നും കേശവമേനോൻ റിപ്പോർട്ട് പറഞ്ഞു. എന്തായാലും ജൂൺ 16-ന് പോലീസിന് വിവരങ്ങളൊക്കെ ലഭിച്ചു. 2 ദിവസം കഴിഞ്ഞാണ് പോലീസിന് വിവരം കിട്ടുന്നത്. അതാണ് തമാശ. തീ വെച്ച് 2 ദിവസം കഴിഞ്ഞാണ് പോലീസിന് ഈ വിവരം കിട്ടുന്നത്. അതെല്ലാം കാരണം അവിടെ നിന്ന് കാട്ടിൽ നിന്ന് നാട്ടിൽ വന്ന് പറയണം പോലീസ് സ്റ്റേഷനിൽ. അതെല്ലാം വന്ന് ഈ വിഷയത്തിൽ ആദ്യം മുതലേ ഉദാസീനതയായിരുന്നു. സർക്കാർ റിപ്പോർട്ടൊന്നും പുറത്തുവിട്ടില്ല.